ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിങ്കൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജെബീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറേ ചെടികളുടെ ഒരു വീഡിയോസാണ്. അതായത് ഏറ്റവും വില കൂടിയ പ്ലാന്റ്സുകൾ ഞാൻ ഏറ്റവും വില കുറച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് പ്ലാന്റ്സ് വാങ്ങിയാലും അത് കേടായാൽ അതേ പ്ലാന്റ്സ് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിടുക. നിങ്ങൾക്ക് ഞാൻ വീണ്ടും അയച്ചു തരുന്നതാണ്. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ എല്ലാം റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നോക്കി തന്നെ സ്ക്രീൻഷോട്ട് ഇടാവുന്നതാണ്. പഴയ വീഡിയോസ് ഇട്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഇടുന്നത്. അതുപോലെ നമുക്ക് കാനവാഴയുടെ റെഡ്, യെല്ലോ, അതുപോലെ തന്നെ യെല്ലോയും ഓറഞ്ചും അതുപോലെ മജന്ത കളറ് ഇതൊക്കെ നമുക്ക് അവൈലബിളാണ്. അതുപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുന്ന സമയത്ത് നല്ല ക്ലിയറായിട്ട് ഇടാൻ ശ്രമിക്കുക. നമ്മൾ 2 ദിവസമായി നമ്മുടെ ഹൃദയം വേദനിക്കുന്ന കാഴ്ചകളാണ് ഉരുൾപൊട്ടലിൻ്റെ വയനാട്ടിലെ കാഴ്ചകൾ. ഇന്നും നമ്മൾ എല്ലാവരും അതിൽ വേദനയോടെയാണ് എല്ലാ ദിവസവും തള്ളി നീക്കുന്നതെന്നറിയാം. ആ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും ഞാൻ നിങ്ങളോട് എൻ്റെയും വേദനകൾ പങ്കുവെക്കുകയാണ്. കാരണം വളരെ ദുഃഖമുണ്ട്. നമ്മുടെ വയനാടിൻ്റെ ദുഃഖം നമ്മുടെ സ്വന്തം ദുഃഖം തന്നെയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്നും ഓരോരോ വേദനകളാണല്ലോ നമുക്ക് പ്രകൃതി സമ്മാനിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ ഇതുപോലെ പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും മനോഹരമാക്കുമ്പോൾ നമുക്ക് തിരിച്ച് വലിയ വേദനകൾ ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് ആ ഉരുൾപൊട്ടലിൻ്റെ വേദനകൾ, നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പോലും സഹിക്കാൻ കഴിയാത്ത വേദനകളാണ് അതെല്ലാം. നമ്മൾ പ്രകൃതിയെ അതിമനോഹരമാക്കാൻ ചെടികൾ കൊണ്ടായാലും വീടുകൾ കൊണ്ടായാലും എല്ലാം നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി കോപാകുലനായി നമ്മളിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. എല്ലാം ഈശ്വരൻ്റെ, അതായത് പടച്ചവൻ്റെ പരീക്ഷണം തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. നമുക്ക് അതിനല്ലാതെ നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? പ്രാർത്ഥനയോളം വേറെ ഒന്നും തന്നെയും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയാം. നമുക്ക് പ്ലാന്റ്സിലേക്ക് വരാം. ആ ദുഃഖം നമ്മുടെ തീരാ ദുഃഖം തന്നെയാണ്. നമുക്ക് പ്ലാന്റ്സിൻ്റെ ആ റേറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണാം. അതുപോലെ ഈ അടുത്തിടെ ഞാനൊരു അങ്കിളിനെ കണ്ടു. വളരെ ദേഷ്യമുള്ള ആ അങ്കിൾ എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല. നിസ്സാര കാര്യത്തിന് വളരെ കോപാകുലനായി ഒരു കുട്ടിയോട് വളരെ മ്ലേച്ഛമായെന്ന് വേണമെങ്കിൽ പറയാം പെരുമാറുന്ന ആ അങ്കിളിനെ ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അതും ചെടി നട്ടതിൻ്റെ പേരിൽ തന്നെയാണ്. ഒരു ചെടി വെച്ചതിൻ്റെ പേരിൽ ആ മണ്ണെല്ലാം നാശമാക്കി, മുറ്റമെല്ലാം വൃത്തികേടാക്കി, വെട്ടിക്കിളയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആ അങ്കിളിൻ്റെ ആ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ കുട്ടിയെയും നോക്കി, ആ അങ്കിളിനെയും നോക്കി. കാരണം എല്ലാവർക്കും ചെടിയെ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ചെടിയെ ഇഷ്ടമാണ്, ചിലർക്ക് പൂക്കളെ ഇഷ്ടമാണ്, ചിലർ കവിതകളെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ ഉള്ള ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. നമുക്കും ഇതുപോലെ അനുഭവങ്ങളൊക്കെ നമുക്കും ഉണ്ടായി കാണും. ഞാൻ പറയുകയാണ്, എല്ലാവരും ചെടിയെ ഇഷ്ടപ്പെടണമെന്നില്ല. ചെടിയെ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്തിടുക. നല്ല നല്ല പ്ലാന്റ്സുകൾ അതുപോലെ എല്ലാം നമുക്ക് റേറ്റ് വില കുറച്ചാണ് ഇടുന്നത്. ഞാൻ വീഡിയോ ഇടുന്നതായ സമയത്ത് തന്നെ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എഫർട്ടിന് പൈസയൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ DTDC ചാർജ് അത് മസ്റ്റാണ്. അത് അടച്ചെങ്കിലേ പറ്റൂ. DTDC ചാർജ് ഞാൻ 3 കിലോ 4 കിലോ ഒക്കെ ഈ പ്ലാന്റ് വെയിറ്റ് വരും. അപ്പോൾ DTDC ചാർജ് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പ്ലാന്റ്സിന് വല്ല വെയിറ്റ് കുറവാണല്ലോ. പിന്നെ ഫ്രീ പ്ലാന്റ്സും വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഫ്രീ പ്ലാന്റ്സ് കൂടെ വെച്ചാണ് നിങ്ങൾക്ക് DTDC ചാർജ് കൂടുതലാവുന്നതെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാന്റ്സ് കഴിഞ്ഞാണ് നമ്മൾ കിലോ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഫ്രീ പ്ലാന്റ്സ് ഞാൻ വയ്ക്കുന്നത്. അതുപോലെ നിങ്ങൾ കഴിവതും ഒരു 3 കിലോ 2 കിലോ എങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഏതായാലും DTDC ചാർജ് ആവുമല്ലോ. അപ്പോൾ കുറേ പ്ലാന്റ്സ് ആകുമ്പോൾ അതിൻ്റേതായ റേറ്റ്
അടച്ചാൽ മതിയല്ലോ. എന്നിട്ട് നമുക്ക് ഫ്രീ പ്ലാന്റ്സും വയ്ക്കാൻ പറ്റും. അങ്ങനെ നോക്കുക. അതുകൊണ്ട് തന്നെ ഇത് കലാത്തിയാണ്. കലാത്തി ഇത് നല്ല നമ്മുടെ കറുകപ്പുല്ല് പോലെ ഇതിൻ്റെ വേര് വന്ന് ശരിക്കും അങ്ങ് ഉഷിയായിട്ട് ചട്ടി നിറയുന്ന ഒരു കലാത്തിയാണ്. ഇതിൻ്റെ തന്നെ കൂവ ഞാൻ 10 രൂപയ്ക്ക് 2 പീസ് അങ്ങനെ വിറ്റിരുന്നു. കൂവച്ചെടി ഒരുപാട് പേര് ചോദിച്ചു എന്നോട്. ഞാനിത് പ്ലാന്റ്സ് ചോദിച്ചവർക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് കൊടുത്തവർ നേരത്തെ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്ലാന്റ് അല്ല ഇത് കൂവയാണ്. ഇത് നമ്മുടെ കലേഡിയം. അതുപോലെ ഞാൻ നിങ്ങളോട് വേറെ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലും കുറേ സംസാരിക്കാം. അതുപോലെ പാമ്പിൻ്റെ തൈ ഒരെണ്ണം വെച്ചാൽ മതി. ഇഷ്ടംപോലെ ചട്ടി നിറയാവുന്ന പാമ്പിൻ്റെ തൈ എത്ര വേണേലും ഇവിടെ അവൈലബിളാണ്. അതുപോലെ ഒരു തൈക്ക് ഞാൻ 30 രൂപയാണ് വാങ്ങിക്കുന്നത് പാമ്പിൻ്റെ. ഈ പാമ്പ് പെട്ടെന്ന് തന്നെ ഒരുപാട് കുഞ്ഞു തൈകൾ വന്ന് ചട്ടി നിറയും. നമുക്ക് സാധാരണക്കാർക്കെല്ലാം വലിയ വില കൊടുത്ത് പാമ്പ് വാങ്ങിക്കേണ്ട. നമുക്ക് റൂമിനുള്ളിലെല്ലാം വയ്ക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് പാമ്പ്. ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. മുഴുവനായി നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം. കാരണം മൊത്തവും കണ്ടെങ്കിൽ മാത്രമേ റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും അങ്ങനെ എന്തായാലും 50 രൂപയ്ക്ക് അപ്പുറമായിട്ട് ഒരു പ്ലാന്റ്സിൻ്റെയും ഇതിൽ റേറ്റ് ഇല്ല. മാക്സിമം 50 രൂപ വരെയുള്ള പ്ലാന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പ് നടുമ്പോൾ എല്ലാം എനിക്ക് കേടായി പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ പാമ്പ് നടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നട്ടാൽ മാത്രമേ ആ പാമ്പ് രക്ഷപ്പെടുകയുള്ളൂ. ചിലർ പാമ്പ് വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് നാളെ ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ പാമ്പ് നടുമ്പോൾ ഏത് ചെടി നാളെ എന്നല്ല, ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ആ വീഡിയോസ് കുറേ ചെടികളുടെ കുറേ അഴുകിപ്പോകുന്നു എന്നുള്ള കുറേ കംപ്ലൈൻറ്റ് ഓരോരുത്തരത്തു നിന്ന് വാങ്ങിച്ചിട്ട് അഴുകിപ്പോയി, അതുകൊണ്ട് എനിക്കത് വേണ്ട മാം എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരുന്ന ചെടി ഞാൻ പറയുന്ന രീതിയിലൊന്ന് നട്ട് നോക്കൂ, അപ്പോൾ അത് അഴുകിയൊന്നും പോകാറില്ല. ആ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം മതി. വളം ചെയ്യുന്ന രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ പ്ലാന്റിൻ്റെ കെയർ എങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതേ രീതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ പ്ലാന്റ്സുകളൊന്നും കേടായി പോകാറില്ല, കേടായി പോകാത്ത രീതിയിൽ ഞാൻ നടുന്ന രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. തുടർന്നുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് ഇടാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ സൈസ് ചെടികളും ഞാൻ നിങ്ങൾക്ക് അവൈലബിളായി എത്തിച്ചു തരും. കാരണം ഓരോ പ്ലാന്റ്സും ഓരോ സമയത്തും മാറി മാറി വരും. കാരണം ഏറ്റവും കൂടിയ പ്ലാന്റ്സിൻ്റെ തൈകളും 25, 15, 30 അങ്ങനെ റേറ്റിൽ കണക്കിന് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് അതെല്ലാമായിട്ട് തുടർന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വലിയ വില കൊടുത്തൊന്നും പ്ലാന്റ്സുകൾ വാങ്ങിക്കേണ്ട. ചെറിയ പ്ലാന്റ്സുകൾ ചെറിയ രീതിയിൽ വാങ്ങിച്ച് നമുക്ക് പോട്ടിലൊക്കെ വെച്ചാൽ ഇതുപോലെ ഒരുപാട് നിറയങ്ങ് ആയിക്കോളും. നമ്മൾ അതിനെ കെയർ ചെയ്യുന്ന രീതി, നമ്മൾ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞ് അതുപോലെ അതിൻ്റെ മൂടൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ നോക്കിയാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളാകും. അതുപോലെ ചെടികളെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ അവർ തിരിച്ചും സ്നേഹിക്കും എന്ന് കവി പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു പോയതാണ്. അതുപോലെ ആദ്യമായി കാണുന്നവർ പഴയ വീഡിയോസ് എൻ്റെ പഴയ ഇട്ട വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിടല്ലേ, അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നോട് വോയിസ് ഇട്ട് ചോദിക്കാം. പഴയ വീഡിയോസിലെ ഏതൊക്കെയാണ് അവിടെ അവൈലബിളായിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസ് ഒന്ന് ഇട്ട് തരാൻ. അപ്പോൾ പഴയ വീഡിയോസിലുള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. അല്ലാതെ ഇട്ടാൽ ആകെപ്പാടെ ഈ പാവം പിടിച്ച എൻ്റെ കയ്യിൽ ഈ ഒരു പഴയ ഫോണാണ് ഇരിക്കുന്നത്. അത് ഹാങ് ആയിപ്പോയാൽ ആകെയുള്ള വീഡിയോസ് വിട്ടവർക്ക് പോലും എനിക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുക. അതിന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളിടുന്ന വീഡിയോസിൻ്റെ ആ പേര്, അതേ പ്ലാന്റിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ അങ്ങൊരു ഡയറിയിൽ എഴുതി വെക്കുകയാണ്. കാരണം അത് പിന്നീട് എൻ്റെ ഫോൺ ഹാങ്ങായെങ്ങാനും പോവുകയാണെങ്കിൽ അവർക്ക് ചെടികൾ നഷ്ടപ്പെടാതെ എനിക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ അഡ്രസ്സും ആ ചെടികളുടെ പേരും ഞാൻ എഴുതി വെക്കും. ആ നെയിം എഴുതി വെക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ പഴയ വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഒരുപാടിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രക്ക് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെയും ആർക്കും ഒരു പ്ലാന്റ്സും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല.
എല്ലാവരുടെയും പ്ലാൻസ് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എല്ലാം എഴുതിയിടുന്നത്. എഴുതിയിട്ടാൽ എന്തെങ്കിലും അഥവാ ഫോണിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ അതെനിക്ക് കൊടുക്കാൻ പറ്റാതായാലോ, അതുകൊണ്ടാണ്. അതുപോലെ ഇടുന്നതിൽ എനിക്ക് നിങ്ങളോട് പരാതിയോ എനിക്ക് വിഷമങ്ങളോ ഒന്നുമില്ല. ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അല്ലാതെ എന്നോട് ചോദിച്ചാൽ മതി, പഴയ വീഡിയോസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് തന്നെ ഉള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ക്ഷമിക്കണം, സോറി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. എന്നോട് സഹകരിക്കുന്ന എൻ്റെ പ്ലാൻസുകൾ വാങ്ങുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം. അതുപോലെ നമ്മുടെ ഇത് വാട്ടർ പോപ്പിയാണ്. ഇതിനകത്തൊരു അളിയനുണ്ട് കേട്ടോ. എവിടുന്നോ വന്ന ഒരു കുഞ്ഞിത്തവളയാണ് അയാൾ. ഞാൻ ഈ വാട്ടർ പോപ്പി പ്ലാന്റിൻ്റെ അടുത്ത് വന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കും. ചിലപ്പോൾ ചെറിയതായിട്ട് ഇനി ചോറൊക്കെ ഇട്ട് കൊടുക്കണം. 2 ദിവസമായി ഞാൻ അയാളെ കാണാൻ തുടങ്ങിയിട്ട്. ചോറ് കഴിക്കുമായിരിക്കും, എന്താ ഇതിൻ്റെ ആഹാരമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തല പൊക്കി ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇവിടെ ഇന്നലെ മുതൽ വന്ന് ശ്രദ്ധിക്കുകയാണ്. ഇയാൾ നോക്കും, ഇയാൾ വീണ്ടും ഈ വെള്ളത്തിനടിയിലേക്കങ്ങ് പോകും. എന്തായാലും അയാൾ നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ ഈ വാട്ടർ പോപ്പിയുടെ ആ ടാങ്കിനകത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസനാണ്. അതിനകത്ത് ഇയാൾ താമസമായിട്ട് ഞാൻ 2 ദിവസമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവരും നമ്മുടെ കൂട്ടുകാരനായിരിക്കുകയാണ്. നമ്മുടെ കല്യാണ സൗഗന്ധിയം കണ്ടില്ലേ, ഇത് ഒരു മൂട് വെച്ചാൽ മതി, ശരിക്കും അങ്ങ് ഇഷ്ടം പോലെ ആവും. ഇതിൻ്റെ മണം അപാര മണം തന്നെയാണ് എൻ്റെ കൂട്ടുകാരെ. ഈ കല്യാണ സൗഗന്ധിയം പൂക്കുമ്പോഴേ നമ്മുടെ അപ്പുറത്തെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തോ സ്മെല്ല്. ഞാനാണെങ്കിൽ പെർഫ്യൂമിൻ്റെ മണം കേൾക്കുന്നില്ല. ഇത് എവിടെ ഇത്രയും നല്ല വാസന. അങ്ങനെ ഞാൻ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് നടന്നു വരുന്തോറും നല്ല മണം. അങ്ങനെയാണ് ഒരു മാസത്തിന് മുമ്പ് ഇയാളുടെ മണത്തിൻ്റെ ഞാൻ അറിയുന്നത്. നല്ല മണമാണ് ഇവിടെ എല്ലാം. അതുപോലെ നമ്മുടെ വൈറ്റ് ആന്തൂറിയം ഫ്ലവർ ഇടുമ്പോഴും ഇതുപോലെ നല്ല വാസനയാണ്. അത് നമുക്ക് ഒരുപാടാകുമ്പം നമ്മുടെ മൂക്കിനുള്ളിൽ ഒരു അസഹനീയമായിട്ടുള്ള ഒരവസ്ഥ അനുഭവപ്പെടും. കാരണം ഒരുപാട് സ്മെല്ലിങ്ങനെ മൂക്കിൽ കയറും. അതുകൊണ്ട് ഞാനത് ഇച്ചിരി ദൂരെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതേസമയം ഈ കല്യാണ സൗഗന്ധിയം ഞാൻ എൻ്റെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മണം എനിക്ക് വലിയ ഇഷ്ടമാണ്. പെർഫ്യൂമിൻ്റെ മണം പോലെ തന്നെയാണ് അതിൻ്റെ മണം. അതോ ഈ ഫ്ലവർ അണയുന്നിടത്തോളം അത്രയും സമയം ഇതിൻ്റെ മണം നിലനിൽക്കും എന്നുള്ളതാണ്. അത് നല്ല ഭംഗിയാണ്, ഈ ഫ്ലവറും ഇതിൻ്റെ മണവും. അതുപോലെ ഇത് നമ്മുടെ സാധാ കലേഡിയമാണ്. ഇത് എല്ലായിടവും കാണുന്ന സാധാരണയുള്ള ഒരു കലേഡിയാണ്. പക്ഷേ ഇതിൻ്റെ ഭംഗി അപാരമാണ് കേട്ടോ. ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ്. അതുപോലെ പൂച്ചപാലം ചെടി, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊരു അത്ഭുതം തന്നെയാണ്. എനിക്ക് ഈ പൂച്ചപാലം ചെടി ആദ്യം കാണുമ്പോൾ ഒരു വലിയ അത്ഭുതം കൂട്ടായിരുന്നു. ഞാൻ എൻ്റെ അവസ്ഥ വെച്ച് പറഞ്ഞതാണേ. അങ്ങനെ അതുപോലെ ഉണ്ട് ഈ നമ്മുടെ മ്യൂസിക്കിൻ്റെ ആ ഡോട്ടുണ്ടല്ലോ, അതേ ചിഹ്നം പോണക്കുള്ള നിറയെ ഫ്ലവർ പിടിക്കുന്ന മ്യൂസിക്കൽ പ്ലാന്റ്. ഇതാണ് കച്ചോലം പോലെ തറയിലൂടെ ഇങ്ങനെ പടർന്ന് ശരിക്ക് പോകുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻസ് ഇട്ടോളൂ. അത് നമ്മുടെ ഹാങ് ചെയ്യുന്ന പോട്ടിനകത്തൊക്കെ ഇട്ടാലുണ്ടല്ലോ, തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കും റോസ് ഫ്ലവറുമായിട്ട്. അതും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിന് ലക്കി ബാമ്പുവിൻ്റെ തന്നെ 3 ടൈപ്പുണ്ട്. ഒരു വേരിഗേറ്റഡായിട്ട് ലീഫിൽ ഒരു വൈറ്റ് വരുന്നത് ലക്കി ബാമ്പു ഉണ്ട്, പിന്നെ വൈറ്റ് കളർ ലക്കി ബാമ്പു ഉണ്ട്. അതിൻ്റെ റൂട്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസൊന്നും ഇട്ടില്ല. പിന്നെ നമുക്ക് കുറേ വെറൈറ്റി ക്രോട്ടൺസിൻ്റെ വീഡിയോസ് ഇടയ്ക്ക് ഞാൻ വരും. അതുകൊണ്ട് തന്നെ അരിക്കപ്പം തന്നെ അല്ല, റെഡ് ഫാം നമുക്ക് അവൈലബിളാണ്. റെഡ് ഫാമിൻ്റെ കുഞ്ഞു തൈ ഉണ്ട് ഇവിടെ. അതുപോലെ ഈ ബാസ്ക്കറ്റ് പ്ലാന്റ് പോലുള്ള ഒരു ലില്ലി ഉണ്ട്, ഗ്രീൻ കളർ. അതിൻ്റെ ഇതുപോണക്കിങ്ങനെ പ്ലാന്റിൽ നിന്നും ഒരു തണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് കുഞ്ഞു തൈകൾ വരുന്ന ആ കുഞ്ഞു തൈകൾ നമുക്ക് അതുകൊണ്ടൊക്കെ സ്പൈഡർ പ്ലാന്റും ഉണ്ട്. ബാസ്ക്കറ്റ് പ്ലാന്റ് പോണക്ക് തന്നെ ഒരു ചെറിയ തണ്ട് വന്നിട്ട് കുറേ കുഞ്ഞു തൈകൾ വരുന്നത്. അത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. ലില്ലിയുടെയും മറ്റേതിൻ്റെയും തൈകൾ ഞാൻ ഒന്ന് റൂട്ടാകാൻ കുറേ വെച്ചിട്ടുണ്ട്. ലില്ലിയുടെ യെല്ലോ ഫ്ലവറാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.